നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് ഞാനല്ലല്ലോ, അവളല്ലേ? ഇനിയിപ്പോ ഞാനായാലും അണ്ണനായാലും ഈ നിൽക്കുന്ന അനുപമയായാലും നിന്നെ ന്യായീകരിക്കാനേ ശ്രമിക്കുള്ളൂ എന്ന് അമ്പിളിക്കറിയാം. അത് അവളുടെ ജീവിതം തകരാതിരിക്കാനാണെന്നും അവൾക്കറിയാം. എന്തായാലും ഇത്തവണ അമ്പിളി വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അവിടെ ആകെ സൈലന്റ്, സെന്റിമെന്റൽ. അങ്കിളെ, ചേച്ചി പാവോ, പഞ്ചപാവോ. ചിലപ്പോ നമ്മളെയൊക്കെ അമ്പരിപ്പിച്ച് ഒറ്റയടിക്ക് ചേച്ചി രഘുവേട്ടനോട് ക്ഷമിച്ചെന്നു വരിക്കും. കാരണം രഘുവേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ ചേച്ചിക്ക് കഴിയില്ല. ശരിയാണ്, എന്നോട് സ്നേഹം കൊണ്ട് തന്നെയാണ് അവളെന്നെ സഹായിക്കുന്നതും എൻ്റെ സ്വാതന്ത്ര്യത്തെ തടയുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ മുന്നിൽ അവൾ സൈലന്റ് ആയിരിക്കും. പക്ഷേ എന്നോട് അമ്പിളി എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്കല്ല നിശ്ചയമുണ്ട്. ഇനിയിപ്പോ അവളെ എങ്ങനെ പ്രതികരിച്ചാലും നീ അത് ആക്സെപ്റ്റ് ചെയ്ത് പറ്റുള്ളൂ. ആ, അതവിടെ നിൽക്കട്ടെ. എനിക്കൊന്ന് ആമിയെ കാണണം. ഞാൻ അണ്ണനും അമ്പിളിക്കും കൊടുത്ത വാക്ക് അവള് കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അത് മാത്രമല്ല, ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളിൽ അവൾക്കും ചില മാനസിക പ്രശ്നങ്ങൾ കാണും. ആരുമില്ലാത്ത അവളെ സമാധാനിപ്പിക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ആ, അത് ശരിയാ. പാവം അവളും അല്ലാതെ വിഷമിച്ചിരിക്കുക. അങ്കിളിനെ കണ്ട ആമിക്ക് അതൊരു വലിയ ആശ്വാസവും. എന്നാ നമുക്കങ്ങോട്ട് പോയാലോ? നീ വരണ്ട രഘു. ആമയെ കാണാൻ ഞാനും അനുവും കൂടി പോവാം. നമുക്കങ്ങോട്ട് പോയാലോ? അങ്കിളെ, ഞാൻ വരണോ? വരണം. ഇതുവരെ രഘു ആമയെ സഹായിക്കുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനി അത് പോരാ. ആമയും കുഞ്ഞിനെ സഹായിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് രഘു പിന്മാറുകയും പകരം ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്ന കാര്യം അവളെ അറിയിക്കുമ്പോൾ മൂന്നാമതൊരാൾ കൂടി അതറിഞ്ഞിരിക്കണം. മോളെ, നീ ഇവിടെ നിൽക്കരുത്. വാ.